നമസ്കാരം, ഞാൻ ജസ്ന സലീം. പോസ്റ്റർ കണ്ടല്ലോ, പേടിയുണ്ടോയെന്നാണോ? ഒട്ടും പേടിയില്ല. അങ്ങനെ പേടിക്കുന്നവളല്ല മജീദിൻ്റെ മകൾ. മജീദ് എന്ന് പറയുന്ന അച്ഛനുണ്ടായ മകൾ അത്രക്ക് പേടിക്കുന്ന മകളല്ല. ഇതിൽ എനിക്ക് എടുത്തു വെച്ച് പറയേണ്ട ഒരു ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു സമാജത്തിലെ ചുണക്കുട്ടികൾ ഇവളുടെ വീട്ടിൽ കയറി അറിയിക്കുന്ന ചടങ്ങ് വേണ്ടി വന്നേക്കാം എന്ന് ഭീഷണിയുമായി സംഘപരിവാർ നേതാവിൻ്റെ ഫോട്ടോയും നിങ്ങൾ കണ്ടല്ലോ. ഇത് ഞാനിട്ടതല്ല കേട്ടോ, ഒരു മീഡിയ ഇന്ന് പോസ്റ്റ് ചെയ്തതാണ്. ഇന്നലെ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ആ ഭീഷണി മുഴക്കിയ സംഘപരിവാറിൻ്റെ നേതാവിനോടും ഹിന്ദു സമാജത്തിൻ്റെ വീട്ടിൽ കയറി ചടങ്ങ് അറിയിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരോടുമായിട്ട് പറയാണ്, വീടിൻ്റെ ലൊക്കേഷൻ അറിയാവോ? ലൊക്കേഷൻ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കൊയിലാണ്ടി എത്തിയിട്ട് താമരശ്ശേരി റോഡ്, മറന്നു വേണ്ട, താമരശ്ശേരി റോഡ്, അവിടെ അക്കുഡേറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ആരോട് ചോദിച്ചാലും മനസ്സിലാവും. പുളിയരിക്കുന്നത്ത് സലീമിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. അല്ല, നിങ്ങൾ അഥവാ അറിയിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് വീടറിയാതെ ആള് മാറിയിട്ട് ബോംബെറിയോ, അല്ലെങ്കിൽ വീട്ടിൽ കയറിയിട്ട് കയ്യോ കാലോ വെട്ടുകയോ, അല്ലെങ്കിൽ MDMA പോലെ മൂക്കിൽ വലിച്ചു കയറ്റുകയോ അങ്ങനെ ചെയ്താലേ എൻ്റെ അഡ്വക്കേറ്റേ ഞാൻ പെട്ടുപോകും. നിങ്ങൾ അഡ്വക്കേറ്റൊക്കെ ആയിരിക്കാം, സമ്മതിച്ചു. നിങ്ങളുടെ ജോലിയെയും ഒക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾ സംഘപരിവാറിൻ്റെ ആളും ആയിരിക്കാം, അതും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കാരണം സംഘപരിവാറിൽ നിങ്ങളെയല്ല കേട്ടോ അഡ്വക്കേറ്റെ പറയുന്നത്, നിങ്ങളെയല്ല, ഒരുപാട് മനുഷ്യത്വമുള്ള, മനുഷ്യനെ മനസ്സിലാക്കുന്ന, മതം നോക്കാതെ സഹായം ചെയ്യുന്ന, മതം ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങളും ആ പുള്ളച്ചേച്ചിയൊക്കെ പറയുന്നത് ഞാൻ സംഘപരിവാറിലുള്ള ആൾക്കാരാ ഹണി ട്രാപ്പ് പെടുത്താൻ നടക്കുന്നൊരു പെണ്ണാണ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളോടൊക്കെ ആയിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സംഘപരിവാറിൻ്റെ ആൾക്കാരൊക്കെ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും അങ്ങ് മയങ്ങി വെക്കുന്നു എന്നാണോ ഈ പിള്ളച്ചേച്ചിയൊക്കെ പറയുന്നത്? നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടിയെ വില കുറച്ച് കാണിക്കരുത്. ഞാൻ വരയ്ക്കുന്നത് കൃഷ്ണ ഭഗവാനെയാണ്. എന്തിൻ്റോ പേരിലായിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പേരിലായിക്കോട്ടെ, എന്നാൽ പോലും ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. ഹൈന്ദവ വിശ്വാസക്കാർക്ക് അവരുടെ ദൈവത്തെ വരച്ച് കയ്യിൽ കൊടുക്കുക. അപ്പം അവരുടെ ദൈവത്തെ നീ വേണോ കയ്യിൽ വരച്ചു കൊടുക്കാൻ? ഞങ്ങൾ ഹൈന്ദവർ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ വരയ്ക്കാനേ എന്ന് നിങ്ങളവിടെ ഒരു ചോദ്യം ചോദിക്കും. എന്തായാലും എനിക്കറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കണ്ണൻ എന്നാ പറഞ്ഞത്. നിങ്ങളുടെ കണ്ണൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഇത്ര ആൾക്കാർ മാത്രമേ സ്നേഹിക്കാവൂ, ഇന്ന മതത്തിലുള്ള ആൾക്കാർ മാത്രമേ സ്നേഹിക്കാവൂ, ഇന്ന എന്താ പറയുക, ആണായാലും പെണ്ണായാലും അങ്ങനെ സ്നേഹിക്കാവൂ എന്നൊന്നും ഭഗവത്ഗീത പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീത എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ കയ്യിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. ഭഗവാന്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഭഗവത്ഗീത എനിക്ക് കൈമാറിയ ആൾക്കാരുണ്ട്. എനിക്ക് ആദ്യം ഭഗവത്ഗീത തന്നത് ആരാന്നറിയോ? കുമ്മനം രാജശേഖരേട്ടനാണ്. അപ്പോൾ ഈ വെട്ടാനും കുത്താനും ബോംബെറിയാനൊക്കെ വരുന്നതിന് മുമ്പ് രാജേട്ടനോടൊക്കെ ഒന്ന് കാര്യം പറയണം കേട്ടോ, എൻ്റെ വീട്ടിലേക്കാണ് എറിയുന്നത് എന്നുള്ളത്. അതേപോലെ MT രമേശ് ഏട്ടൻ, നമ്മുടെ സുരേന്ദ്രേട്ടൻ്റെ നാട്ടുകാരിയും കൂടിയാണ് ഞാൻ. അപ്പോൾ സുരേന്ദ്രേട്ടനൊക്കെ പറഞ്ഞാൽ നല്ലതായിട്ട് അറിയും എന്നെ. സുരേഷ് ഗോപി ചേട്ടൻ, വേണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇവരോടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് വേണം വരാൻ. നിങ്ങളുടെ ഭീഷണിയിലൊന്നും ഭയന്നിട്ട് ജസ്ന കൃഷ്ണനെ വരെ നിർത്താനും പോകുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളും പോകുന്നില്ല. ഇനി ബാക്കിയുള്ളത് എന്ന് പറയുമ്പം നിങ്ങളവിടെ പലതും കൂട്ടിച്ചേർത്തോളൂ. അപ്പോൾ ഈ ചുണക്കുട്ടികൾ ഈ വീടിൻ്റെ മുമ്പിലൊക്കെ വന്ന് ബോംബൊക്കെ എറിഞ്ഞിട്ട് പോകുക വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല.
ഇനി വീട്ടിൽ കയറിയിട്ട് കുത്തേ വെട്ടേ മാന്തയൊക്കെ ചെയ്യാച്ചാൽ ഒരു കാര്യങ്ങൾ ആ ചുണക്കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ ആരെയെങ്കിലും അറിയിച്ചിട്ട് ജസ്നയുടെ വീട്ടിൽ കാല് കുത്താൻ. ജസ്നയ്ക്ക് ജീവൻ ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റേ പറഞ്ഞയക്കുന്ന ആള് ജീവനോടൊക്കെ ഇവിടുന്ന് പോവില്ല. അതും കൂടി ഒന്ന് അഡ്വക്കേറ്റും ഭീഷണി മുഴക്കിയ അഡ്വക്കേറ്റും വിടാൻ തീരുമാനിച്ച സംഘപരിവാറിൻ്റെ ആൾക്കാരും വരാൻ തീരുമാനിച്ച ആൾക്കാരും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിൽ ജീവൻ പോവാനാണ് യോഗമെങ്കിൽ സന്തോഷമേ ഉള്ളൂ. സന്തോഷത്തോടെ ചിരിച്ചോണ്ട് തന്നെ മരിക്കും ഞാൻ. നിങ്ങളുടെ കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിലല്ലേ കൊല്ലുന്നത്, അല്ലാതെ അവഹേളിച്ചതിൻ്റെ പേരിലല്ലല്ലോ. നിങ്ങളുടെ കൃഷ്ണനെ വരച്ച് അതിൽ നിന്നും വരുമാനം കണ്ടെത്തുമ്പം നിങ്ങൾക്കത് അഭിമാനത്തിന് പകരം അപമാനമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വിവരം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ്. ഒരുപാട് പഠനം കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഉയർന്ന ജോലി കിട്ടിയത് കൊണ്ടോ ഒന്നും ഒരു കാര്യമാവില്ല. കാര്യമാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നിങ്ങളുടെ ഈ ഭീഷണിയിൽ ഭയന്ന് പനി വന്ന് ഹോസ്പിറ്റലിലായി, മെഡിസിൻ കഴിച്ചു. ഏത് കൈയാ? വലത് കൈയായിരിക്കുമല്ലേ നിങ്ങൾക്ക് വേണ്ടത്? കുറേ ജിഹാദികൾ എനിക്കിത് എടുത്തിട്ട് അയച്ചു തരുന്നുണ്ട്, നിനക്കത് തന്നെ കിട്ടണമെന്ന്. ആയിക്കോട്ടെ, ജിഹാദികളോടുകൂടിയായിട്ടാണ് പറയുന്നത്. അവർ തരികയാണെങ്കിൽ ഞാനത് മേടിച്ചോളും. കാരണം ഞാൻ ആരെയും വീട്ടിൽ കയറിയിട്ട് കട്ടിട്ടും മോഷ്ടിച്ചിട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നുമല്ല എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുന്നത്. എന്തിനാ എന്നെ ഭീഷണി മുഴക്കുന്നത്? ഒരു ദൈവത്തെ വരയ്ക്കുന്നത് കൊണ്ട്, അതും മറ്റൊരു മതസ്ഥയായി പോയതിൻ്റെ പേരിൽ. എന്നിട്ടോ മതേതര രാജ്യം, നമ്മുടെ സ്വന്തം ഇന്ത്യ, കേരളം, മതേതരത്വത്തിൻ്റെ അങ്ങ് അവസാന വാക്ക് അല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നേ വരെ ഈ കൃഷ്ണരാജ് എന്ന് പറയുന്ന വക്കീലിനോട് ഞാൻ ഒരു കാര്യവും ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ എവിടെയാണ് വ്രണപ്പെടുത്തിയത്? ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, അതെൻ്റെ വിശ്വാസപ്രകാരം. അവിടെ പോയി വിളിച്ചാലും കേൾക്കുന്നത് ഒരു ദൈവമാണ്, പള്ളിയിൽ പോയി വിളിച്ചാലും കേൾക്കുന്നത് ഒരു ദൈവമാണ്, ചർച്ച് പോയിട്ട് വിളിച്ചാലും കേൾക്കുന്നത് ഒരു ദൈവമാണ്. നിങ്ങളുടെ മതത്തിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കേണ്ട നേരത്ത് രണ്ട് കൈയും വെട്ടുമെന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റിനെ പോലെയുള്ള ആൾക്കാരോട് ചോദിക്കുകയാണ് ഞാൻ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വരയ്ക്കുന്നത് ഇതിനു മാത്രം വലിയ പാപമാണെന്ന് പറയാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തത്? കണ്ണൻ എന്ന് പറയുന്നത് അത്ര ക്രൂരനൊന്നുമല്ല, എൻ്റെ അറിവിലല്ല. കണ്ണൻ പാവാണ്. കണ്ണൻ എല്ലാവരെയും സ്നേഹിക്കാനേ അറിയുള്ളൂ. പക്ഷേ കണ്ണൻ സ്നേഹിക്കുന്നത് നമുക്കാർക്കും മനസ്സിലാവില്ല. നമ്മളെ എല്ലാ കുയിലും കൊണ്ടുവച്ച് ചാടിക്കുന്നു തോന്നും, പക്ഷെ ഒരു കുയിലും കണ്ണൻ ചാടിക്കൂല. എവിടുന്നും കരകയറ്റി കൊണ്ടുവരും. 13 വർഷമായിട്ട് ഞാൻ വരയ്ക്കുന്ന കണ്ണന് അല്ലെ വരയ്ക്കുന്ന ആ കൈയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ കൈ എനിക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ പറയട്ടെ എൻ്റെ കൈ വെട്ടിക്കൊണ്ടുപോകാൻ. അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം എന്തുകൊണ്ടാ? ഭഗവാനെ വരച്ചതിൻ്റെ പേരിലല്ലേ ഇത്രയും ഞാൻ ക്രൂശിക്കപ്പെടുന്നത്, ഇത്രയും ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്നത്, ഇത്തരത്തിലുള്ള ഭീഷണി ഭയക്കേണ്ടി വരുന്നത് ഒക്കെ ഈ സാക്ഷാൽ ഭഗവാനെ വരച്ചത് കൊണ്ട് മാത്രമല്ലേ? അപ്പം ഭഗവാന്റെ പേരിൽ നിങ്ങൾ വീടിന് വന്ന് ബോംബെറിഞ്ഞിട്ടും വീട്ടിൽ വന്നിട്ട് വെട്ടിക്കൊന്നിട്ടും ഒക്കെ പോവാനാണ് യോഗമെങ്കിൽ പോയിക്കോളൂ. ആ ഭഗവാന് വേണ്ടിയിട്ടല്ലേ, സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ നാളെ തന്നെ ആളയച്ചോളൂ. ഞാൻ ഇവിടെ തന്നെയുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, എങ്ങും പോവില്ല.
എവിടേക്കും പോവില്ല, ഇവിടെ തന്നെ നിൽക്കും. ഓരോ മിനിറ്റിലും നിങ്ങളെ കാത്തിരിക്കും, ഭയന്നിട്ടല്ല, സ്നേഹത്തോടെ തന്നെ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആയുസ് ഉള്ളിടത്തോളം കാലം ഞാൻ കൃഷ്ണനെ വരയ്ക്കും, ഇനിയും വരയ്ക്കും, ഇനിയും അമ്പലങ്ങളിൽ കൊണ്ടു കൊടുക്കും, ഇനിയും ഹൈന്ദവർക്ക് ഞാൻ കൊടുക്കും, എന്നോട് ആവശ്യപ്പെടുന്ന ഹൈന്ദവർക്കൊക്കെ ഞാൻ കൊടുക്കും. അതിന് നിങ്ങൾക്ക് തടയിടാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒന്നെങ്കിൽ എൻ്റെ വലത് കൈ നിങ്ങളങ്ങ് കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ എന്നെ അങ്ങ് ഇല്ലാതാക്കുക. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നല്ലേ ഇപ്പം ഈ അഡ്വക്കേറ്റും പറയുന്നത്. ചെയ്തോളൂ, കുഴപ്പമില്ല. വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ബഹുമാനിച്ചൊരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സംഘപരിവാർ എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവർക്കൊക്കെ ഈ തീവ്രവാദികളായിട്ടായിരിക്കും തോന്നുന്നത്. ഞാൻ കണ്ട ആദ്യത്തെ BJP നേതാവ് എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരേട്ടനാണ്. അന്ന് ഞാൻ ഇവിടെ കോഴിക്കോട് RSSൻ്റെ കാര്യാലയത്ത് പോയ സമയത്ത് അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കുമ്മനം രാജശേഖരേട്ടന്. അദ്ദേഹം ഒരു സ്ത്രീയായ എന്നെ, ഞാൻ അന്ന് വെറും സലീമിൻ്റെ ഭാര്യയായിട്ടും മജീദിൻ്റെ മകളായിട്ടും മാത്രമേ ഈ പുറം ലോകത്ത് അറിയപ്പെടുന്നുള്ളായിരുന്നു. പക്ഷേ ആ കസേരയിൽ ഇരിക്കുന്ന ആ കുമ്മനം രാജശേഖരേട്ടൻ എന്ന് പറയുന്ന ആ വ്യക്തി എന്നെ കണ്ടപ്പം ഒന്ന് എഴുന്നേറ്റു. അപ്പം നിങ്ങൾ അറിയും, ഓ എഴുന്നേക്കാൻ പറ്റിയൊരു ചരക്ക്. അതല്ല അവിടെ. അതിൻ്റെ തൊട്ടപ്പുറം ഉണ്ട് ഭാരതാമ്മയുടെ ഒരു ചിത്രവും. കാരണം കുമ്മനം രാജശേഖരേട്ടൻ അറിയാം, ഏട്ടൻ്റെ ഒരുപാട് ഇളയതാണെങ്കിലും, ഏട്ടൻ്റെ മതമല്ലെങ്കിലും, ഏട്ടൻ്റെ പാർട്ടി അല്ലെങ്കിലും വരുന്നതൊരു സ്ത്രീയാണ് എന്നുള്ളത്. ആ സ്ത്രീയെ ബഹുമാനിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യമാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു ഫോട്ടോയും കൂടി ഞാനിവിടെ ഇട്ടേക്കാം. അല്ലേ വേണ്ട, എന്തിനാ ഇതിലേക്ക് അദ്ദേഹത്തിനെയും കൂടി പിടിച്ചിടുന്നത്? അതാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട BJP നേതാവ്. അന്ന് അദ്ദേഹം എന്നെ ബഹുമാനിച്ചത് കണ്ടപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് കൃഷ്ണനെ വരയ്ക്കുന്നതിൽ എതിർപ്പുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നേരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, എൻ്റെ ഭർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അദ്ദേഹത്തിന് ജാതിയോ മതമോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യയാണ് എൻ്റെ മുമ്പിൽ ഉള്ളത് എന്ന് പോലും നോക്കാതെ കണ്ണനെ ഞാൻ സമ്മാനിച്ച സമയത്ത് ഒരു കുഞ്ഞു ഭഗവത്ഗീത എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് മുഴുവനും നീ വായിക്കണം, അല്ലെ ഇത് നിൻ്റെ കൂടെ ലൈഫ് ലോങ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഞ്ഞു ഭഗവത്ഗീതയാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് കൈനീട്ടം തന്നത് രാജേട്ടന്. എന്നതിന് ശേഷം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് കണ്ട BJPയുടെ നേതാവ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ചേച്ചിയാണ്. ചേച്ചിയെ എനിക്ക് ഒരുപാട് പെയിൻ്റൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. അതേപോലെ MT രമേശ് ഏട്ടൻ. ഇവരെയൊക്കെ ഞാൻ കണ്ട് പരിചയപ്പെട്ടതുകൊണ്ട്, ഈ നേതാക്കന്മാരെ കണ്ട് പരിചയപ്പെട്ടതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകളോട് വെല്ലുവിളിക്കുന്നതേയും സ്ത്രീകളോട് പോരാടി നിൽക്കുന്ന ആൾക്കാരല്ല ഈ BJPയിലും RSSലും ഉള്ള ആൾക്കാർ എന്നുള്ളത്. എനിക്കെതിരെ തിരിഞ്ഞത് ഒരുപാട് സ്ത്രീകളാണ്, ആകെ തിരിഞ്ഞത് ഈ ഒരു അഡ്വക്കേറ്റ് മാത്രമാണ്. അപ്പം ഈ അഡ്വക്കേറ്റ് മാത്രമാണ് എനിക്ക് നേരെ തിരിഞ്ഞൊരു പുരുഷൻ എന്ന് പറയപ്പെടുന്നൊരു വ്യക്തി. അഡ്വക്കേറ്റ് മാത്രമാണ്. ബാക്കിയൊക്കെ സ്ത്രീജനങ്ങളാണ് എനിക്ക് എതിരെ തിരിഞ്ഞത്. ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ്, കുമ്മനം രാജശേഖരേട്ടൻ, MT രമേശ് ഏട്ടൻ, നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ, സുരേഷ് ഗോപി ചേട്ടൻ, ഇവരാരെങ്കിലും, ഇത്രയും നേതാക്കന്മാരാണല്ലോ നമുക്ക് എടുത്തു വെച്ച് പറയാം. എനിക്ക് ഇത്രയും നേതാക്കന്മാരെ അറിയാവുന്നത് കോഴിക്കോട് ജില്ലയിലായിരുന്നു ആദ്യം കുമ്മനം രാജശേഖരേട്ടൻ. അതുകൊണ്ടാണ് എനിക്ക് രാജേട്ടനെ നന്നായിട്ട് അറിയാവുന്നത്. MT രമേശ് ഏട്ടൻ എൻ്റെ നാട്ടുകാരനാണ്. ഈ പറഞ്ഞ
ആ സുരേന്ദ്രേട്ടൻ എൻ്റെ 4 വീടപ്പുറമാണ്. അതേപോലെ ശോഭ ചേച്ചീനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഒരുപാട് പെയിൻറ്റ് മേടിക്കാൻ സഹായിച്ചൊരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചീനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇവരാരും ഇന്നേ വരെ എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ശശികല ടീച്ചർ പിന്നെയും എന്നെക്കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഗുരുവായൂർ ഞാൻ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട്. ഗുരുവായൂർ ആരോ ആൾക്കാർ കണി വെച്ചതിൽ ഞാൻ കണി വെച്ചു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശശികല ടീച്ചറെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ടീച്ചറെ ഞാനൊന്നുമല്ല, ആ കണി വെച്ചത് ഗുരുവായൂരുള്ള ആൾക്കാർ തന്നെയാണെന്ന്. പക്ഷേ ടീച്ചർ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അതിൻ്റെ പേരിൽ അവിടെ പരാതിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ പരാതി പോലീസുകാർ സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം പോലീസുകാർക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ കണി വെച്ചത് ആരാണ് എന്നുള്ളത്. ഞാനല്ല എന്നുള്ളതും അവർക്കറിയായിരുന്നു. അതുകൊണ്ട് അത് അവർ തള്ളി. അപ്പം ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറിനോട് ചോദിക്കുക, ഇത്രയും എനിക്ക് ഈ ഒരു പാർട്ടിയോട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് ഇത്രയും ഈ പാർട്ടിയിലുള്ള ആൾക്കാരെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന, ഇത്രയും സൗഹൃദത്തിൽ നിൽക്കുന്ന എൻ്റെ വീടിന് തന്നെ നേരെ നിങ്ങൾക്ക് ബോംബ് എറിയണമല്ലേ, അല്ലേ നിങ്ങൾക്ക് കൈ വെട്ടണമല്ലേ, വെട്ടിക്കോളൂ, കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. 13 വർഷം കണ്ണനെ വരയ്ക്കാൻ പറ്റിയില്ലേ, അത് തന്നെ ഭയങ്കര ഭാഗ്യം. ഒരു ദിവസം ഒരു നേരം വരയ്ക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ, കണ്ണനെ അനേകം സ്നേഹിക്കുന്ന ആൾക്കാർ. അവരുടെ കൈകൊണ്ടൊരു കണ്ണനെ പൂർത്തീകരിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് പറ്റിയല്ലോ. ആ ഒരു സന്തോഷം പോരെ. എൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടാലും എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നാളൊരിക്കൽ എൻ്റെ വീടിന് എന്തെങ്കിലും ആക്രമണമോ അല്ലെ എനിക്കെന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെ എന്നെ ആരെങ്കിലും വെട്ടിക്കൊല്ലുകയോ കുത്തിക്കൊല്ലുകയോ ചെയ്താൽ ഇങ്ങനൊരു ഭീഷണിയും മുഴക്കിയ ആൾക്കാരും ഉണ്ടായിരുന്നു, അല്ലെ അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നു എന്നുള്ളത് പുറം ലോകവും കൂടി അറിയണ്ടേ. ഇവർക്കൊക്കെ പേടി എന്താണെന്നറിയോ, ഞാൻ BJP പാർട്ടിയിൽ ചേർന്ന് ഞാൻ ഏതോ അങ്ങ് കൊമ്പത്തെ നേതാവായി പോവുമോ എന്നുള്ള പേടി. അത് പറഞ്ഞ് പലരെ കൊണ്ടും വീഡിയോ ചെയ്യിച്ചിട്ട് അവർ തന്നെ നമ്മളോടത്ത് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞ കാര്യമല്ല. എന്നെക്കുറിച്ച് ആദ്യം വിവാദത്തിൽ എന്നെ ഏർപ്പെടുത്തിയ കുറേ ആൾക്കാരുണ്ട്, അവരെന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വീടും ലൊക്കേഷനും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളെ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കും, പേടിച്ചിട്ടല്ല, സന്തോഷത്തോടെ. ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടല്ലേ. ഒന്നുമില്ലേ, 13 കൊല്ലമായില്ലേ. നമ്മളൊക്കെ ഈ പറയും പോലെ മുഖ്യമന്ത്രി ഭരിച്ചിട്ട് റേഷനരി വാങ്ങുന്നില്ലേ എന്ന് ചോദിച്ചതിൻ്റെ മാതിരി കണ്ണനെ വരച്ചിട്ട് റേഷൻ വാങ്ങൽ തുടങ്ങിയിട്ട് 13 കൊല്ലമായി. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ ജീവനാണ് കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ അങ്ങ് കൊടുത്തേക്കാ, ഭഗവാൻ ചോദിക്കുന്നതല്ലേ. ഒരു ഭക്തക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതല്ലേ യഥാർത്ഥ ഭക്ത എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാൻ കാലൻ്റെ രൂപത്തിൽ, കാലകേയൻ്റെ രൂപത്തിൽ ആരെയാണോ പറഞ്ഞേക്കാൻ തീരുമാനിച്ചത് അവരോടോട് പറയാണ്, കൊയിലാണ്ടി വരിക, കൊയിലാണ്ടി ടൗണിൽ നിന്ന് താമരശ്ശേരി റോഡിൽ നിന്ന് അക്കുഡേറ്റ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എളുപ്പം മാർഗം പറഞ്ഞു തരാം. നാലുപുരക്കൽ നാഗകാളി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കാണാം. കാരണം നിങ്ങളൊക്കെ നോട്ട് ചെയ്യുന്ന ക്ഷേത്ര പരിസരമാണല്ലോ. അപ്പം നാലുപുരക്കൽ നാഗകാളി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആയിട്ടാണ് വരിക എൻ്റെ വീട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായില്ലേ. ജസ്നയുടെ വീട് ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞും കൂടി നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്തിട്ട് പോകാമല്ലോ. അപ്പം പിന്നെ ഇത്രയും പെട്ടെന്നായിക്കോട്ടെ, ഒന്നുകൊണ്ടും അമാദിക്കണ്ടെന്നോ എന്തോന്ന് പറയല്ലേ, ചെയ്തോളൂ. ഭീഷണി മുഴക്കി നിൽക്കുകയല്ല ചെയ്യണ്ടേ. ആണത്തമുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക ചെയ്യേണ്ടത്. ജസ്നയുടെ വെല്ലുവിളിയാണ്. ആണത്തമുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക. ഞാൻ എന്തെന്ന് പറയുന്നില്ല, നിങ്ങൾ ഈ സ്ക്രീനിൽ വായിക്കുന്നില്ലേ, ആ ആൾക്കാർക്ക്, ഭീഷണി മുഴക്കിയ ആൾക്കാർക്കും അത് ചെയ്യാൻ തുനിഞ്ഞ ആ സംഘടനകൾക്കും ആ സംഘടനയിലുള്ള ആൾക്കാർക്കും ആണത്തമുണ്ടെങ്കിൽ
എന്നെ ഒന്ന് ഇല്ലാതാക്കി കാണിക്ക്, അല്ലെ കൈ വെട്ടി അങ്ങ് കൊണ്ടോട്. അപ്പോൾ ഈ ചിരിയേ ഉണ്ടാവും. ഒരു തുള്ളി കണ്ണീര് കണ്ണെന്ന് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ചെയ്യണ്ട. എൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിക്കല്ലോ, സത്യമാണത്. ഒരു മകനും ഒരു മകളും ഉണ്ട്. അവരെ വെറുതെ വിട്ടേക്കണം. അവരെ തൊട്ട് കളിക്കരുത്. എന്നെ ചെയ്യാനുള്ളത് എന്നെ ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പം നമ്മുടെ ഭീഷണി മുഴക്കിയ ആൾക്കാർക്കും അതിൻ്റെ സംഘടനകൾക്കും ഇത് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് ജിഹാദികളുണ്ട്, അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പടച്ചോനെ മറന്ന് നീ പോയതിനല്ലേ നിനക്ക് ഇത് കിട്ടിയത് എന്ന് പറയുന്ന കുറച്ച് ജിഹാദികളുണ്ട്, അവർക്കും കൂടി ഇത് അയച്ചു കൊടുക്കുക. ജസ്നനെ ഹൈന്ദവർ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരം ജിഹാദികളൂടി ഒന്ന് അറിയട്ടെ, ലോകമൊന്നായിട്ട് അറിയട്ടെ. എന്തിന്? കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിൽ. വെരി വെരി സിമ്പിൾ. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ബൈ ദ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. മറക്കണ്ട, പറഞ്ഞാൽ പോരാ, പ്രവർത്തിച്ച് കാണിക്കുമ്പോഴാണ് നമ്മളൊക്കെ അംഗീകരിക്കുക. ഓക്കെ.